ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് യൂസർ ഫോമിൽ കോംബോ ബോക്സിൽ എങ്ങനെ നമുക്ക് ആവശ്യമായ ടെക്സ്റ്റ് ആഡ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നോക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ യൂസർ ഫോം ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കോംബോ ബോക്സ് കാണാം. ഇത് കോംബോ ബോക്സ് 1 ആണ്. കോംബോ ബോക്സിൽ നമുക്ക് ടെക്സ്റ്റ് 3-4 വിധത്തിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അതിലുള്ള ഏറ്റവും എളുപ്പമായ വഴിയാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യൂസർ ഫോമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഡബിൾ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ടോപ്പ് ലെയറിൽ കാണാം യൂസർ ഫോം എന്ന് കാണാം. പിന്നെ ഇവിടെ ക്ലിക്ക് എന്ന് കാണാം. ഈ ചെറിയൊരു ഏറോ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇനീഷ്യലൈസ് എന്ന ഇത് സെലക്ട് ചെയ്യുക. അപ്പം നമുക്ക് കാണാം പ്രൈവറ്റ് സബ് യൂസർ ഫോം ഇനീഷ്യലൈസ്. ഓക്കെ, ഇവിടെ നമുക്ക് യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ഫ്രൂട്ട്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്പ് ആൻഡ് ജാക്ക് ഫ്രൂട്ട്. ഓക്കെ, ഇതിൻ്റെ കോഡ് കോംബോ ബോക്സ് 1 നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ComboBox1.List എന്ന് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈക്വൽ ടു ഇട്ടിട്ട് അറേ ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്പ്, ജാക്ക് ഫ്രൂട്ട്. ഇവിടെ നിങ്ങൾ ഏതിൻ്റെ ആവശ്യത്തിനാണോ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. നമുക്കിനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഈ ഗ്രീൻ കളറുള്ള പ്ലേ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ComboBox1 ആണിത്. ഇതിൻ്റെ ഡൗൺ ആരോ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ടെക്സ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് ഞാൻ ഗ്രേപ്പ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ അതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓറഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബോക്സ് 1 ഒന്നും കൊടുത്തില്ല എങ്കിൽ കൂടി ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് എന്താണോ സെലക്ട് ചെയ്ത് സേവ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വരും. ഇത് ബ്ലാങ്ക് ആയിട്ട് കിടക്കും, കാരണം നമ്മൾ ടെക്സ്റ്റ് ബോക്സ് 1 ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ വീണ്ടും എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും സേവ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം അതും ആഡ് ആയിരിക്കുന്നത്. ആ കോഡിന് ചെറിയൊരു മാറ്റം വരുത്താം. നമ്മളിപ്പോൾ ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്പ്, ജാക്ക് ഫ്രൂട്ട് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ജസ്റ്റ് യെസ് ഓർ നോ മാത്രം ഒരു കമാൻഡ് കൊടുക്കുകയാണ്. yes no. എന്നിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യാണ്. ഓക്കെ, അടുത്തതായി നമുക്ക് ഈ കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഒരു പേര് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം യെസ് ഓർ നോ. ഇത് സെലക്ട് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് എന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സ് അല്ലെങ്കിൽ കോംബോ ബോക്സിനൊക്കെ എങ്ങനെ ലേബൽ കൊടുക്കാം എന്നതിനെക്കുറിച്ച് പഠിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. Feel free to contact me if you have any doubts. Thank you.